ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ബബിത. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? അയ്യന്തോള്. ചേച്ചി ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ആണല്ലോ ഇവിടെ. തൃശ്ശൂർ പൂരമാണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഗത്തുനിന്ന്. ഇവിടെ ആർക്കാണ് സാധ്യത? സുരേഷ് ഗോപിനെ ജയിക്കണം എന്നാണ് ആഗ്രഹം. കാരണം ആള് നല്ലൊരു വ്യക്തിയാണ്. സുരേഷ് ഗോപിയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ്? ആള് ജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം കടന്നിട്ടുണ്ട്. മറ്റുള്ള ഭരണത്തെ വെച്ച് നോക്കുമ്പോൾ ആള് അതുപോലെ നരേന്ദ്രമോദി നല്ല ഭരണം കാഴ്ചവെക്കുക ആ ഒരു ഭരണത്തിലേക്ക് പോകുന്ന വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, VS സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അറിയൂ? കേട്ടിട്ടുണ്ടോ? K മുരളീധരൻ, കരുണാകരന്റെ മകനാണല്ലോ സ്ഥാനാർത്ഥി, UDFന്റെ, അദ്ദേഹത്തെ പറ്റിയല്ലോ അറിയൂ? ഇപ്പോൾ നമ്മൾ ഈ കേരളം മുഴുവൻ വലിയ തരത്തിൽ ചർച്ചയായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട തൃശ്ശൂരിലൊരു വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. അത് കേട്ടിട്ടുണ്ടോ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ട്? ഈ കരുവന്നൂരിലെ വിഷയം അത് ജനങ്ങൾക്ക് വലിയ ദോഷമുണ്ടായെന്ന് കരുതുന്നുണ്ട്. കാരണം ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ അവിടെ കൊണ്ടിട്ടത്. അപ്പോൾ അത് തിരിച്ചു കിട്ടേണ്ടത് അവരുടെ കടമയല്ലേ. അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടണം, അതാണ് എൻ്റെ പ്രതീക്ഷ. എന്താണ് ജോലി? എന്താണ് ജോലി? ഞാൻ ക്ലർക്കാണ്. ഇപ്പോൾ അവസാനത്തെ ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഈ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളാണ്. അതെ. അതിന് കാരണം ആള് നല്ല പ്രവൃത്തി ചെയ്യുന്നു, അതുകൊണ്ടാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്നത്. അത് ഈ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണോ? സേവനമല്ല, എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിയാണ്. ജനമനസ്സിൽ ആൾ അത്രയ്ക്കധികം കയറുന്നതിൻ്റെ കാരണം തന്നെ ആൾ നല്ല ചെയ്തതുകൊണ്ടാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. സേവനം ചെയ്തതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഇവിടെ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? നാട്ടുകാർ വോട്ട് ചെയ്യൂ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹിക്കുന്നു. ജയിക്കണം, ജനങ്ങൾക്ക് എന്ത് നല്ലത് ആരാണ് ചെയ്യണത് അവർ ജയിക്കണം. നഴ്സിംഗിന് പഠിക്കും. ഞാൻ 10th വരെ എക്സാം എഴുതിയിരിക്കുന്നു. 10th എക്സാം എഴുതിയിരിക്കണോ? ഈ പൂരം എങ്ങനെയുണ്ട്? എല്ലാ വർഷം വരലുണ്ടോ പൂരത്തിന്? ഇവിടുത്തെ ഈ പൂരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? കുടമാറ്റം. ഈ കുടമാറ്റം ഇതിന്റെ ഈ പുരുഷാരത്തിന്റെ ഇടയിൽ പോയി കാണാറുണ്ടോ? ഇതില് വെടിക്കെട്ട് കാണാൻ നിൽക്കുന്നില്ല നിങ്ങൾ ആരും? ചേച്ചി നമസ്കാരം. കോഴിക്കോടാണ് സ്വദേശം. അവിടെ ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായി പോണ്ട്. അവിടെ ആര് ജയിക്കാനാ സാധ്യത? അവിടെ രാഘവേട്ടൻ. കോഴിക്കോട് നോർത്ത് അല്ലേ? കോഴിക്കോടുണ്ടല്ലോ. കോഴിക്കോട്. MT രമേശിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? രമേശിന് കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം. രാഘവനാണ്. ത്രികോണ മത്സരമാണ് അവിടെ. കോൺഗ്രസ് ആദ്യം. ഈ കഴിഞ്ഞ വട്ടം അവിടെ ഇദ്ദേഹം തന്നെയായിരുന്നല്ലോ MP. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ 5 വർഷത്തെ എന്തെങ്കിലും അറിയൂ? നല്ല പ്രവർത്തനമാണ്. എല്ലാം വിളിച്ചാലെല്ലാം ഓഫീസിലെല്ലാം കാര്യങ്ങളൊക്കെ പോയാൽ കിട്ടണം. കേരളത്തിൽ BJP സീറ്റ് പിടിക്കുന്ന പ്രതീക്ഷ ഉണ്ട്. 1-2 സീറ്റിന് പ്രതീക്ഷ ഉണ്ട്. ഒന്ന് തൃശ്ശൂര്, പിന്നൊന്ന് തിരുവനന്തപുരം പിടിക്കുന്ന പ്രതീക്ഷ ഉണ്ട്. അത് ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് സപ്പോർട്ടാണോ BJP? മോഡിജിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണെന്ന് പറയാം. അല്ലാണ്ട് കേരളത്തിലെ ഇതല്ല, സപ്പോർട്ടല്ല, മോഡിജിന്റെ. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം. സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നല്ല കുഴപ്പമില്ലാത്ത വികസനവും കുഴപ്പമില്ല. നരേന്ദ്രമോദി വന്ന ശേഷം കുറെ മേൽപ്പാലങ്ങളും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. മെട്രോ വന്നിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ട് നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റം. ഈ വട്ടം കഴിഞ്ഞ വട്ടം 303 സീറ്റാണ് BJP മാത്രം പിടിച്ചത്, താമര ചിഹ്നം മാത്രം. ഈ വട്ടം എത്ര 400 സീറ്റ് പിടിക്കുമെന്ന് മോഡി പറയുന്നുണ്ട്. അതിലെങ്ങനെ കാണുന്നത്? 300-ന് മേലെ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട്. പ്രാവശ്യം മോദി തന്നെ വരും. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJP ഒന്ന് സെറ്റ് ആവാൻ സാധ്യത? തീർച്ചയായിട്ടും. പിണറായി വിജയനെ പറ്റി എന്താ അഭിപ്രായം? മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ട് ഇപ്പൊ ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ 5 കൊല്ലം ഉഷാറായിരുന്നു. രണ്ടാമത്തെ 5 കൊല്ലം മോശം ഭരണമാണ്. ഒരു തർക്കമില്ല. ഈ സ്ത്രീകൾക്കെല്ലാം അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പെൻഷൻ കിട്ടുന്ന പെൻഷൻ ഇപ്പോൾ കടം വാങ്ങിയിട്ടുള്ള കൊടുക്കും. ഇപ്പൊ നാട്ടിൽ മുഴുവൻ കടാണ്. ഇപ്പോൾ ഇവിടുന്ന് കടം വാങ്ങാനില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട്? ഗംഭീരം. ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല,
2-3 വർഷം എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക്. എവിടെ സ്ഥലം എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് സ്ഥലം. അവിടെ ഇലക്ഷൻ്റെ ഒക്കെ ചൂട് എങ്ങനെ? സൂപ്പറായിട്ട് നടന്നതാണ്. ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷ രാഘവൻ, കോൺഗ്രസ് തന്നെ. കോൺഗ്രസ്. ഈ കേരളത്തിൽ BJP സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ? അറിയോ? അറിയില്ല. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം? സൂപ്പർ. നരേന്ദ്രമോദി സൂപ്പർ തന്നെ. അദ്ദേഹത്തിന്റെ പാർട്ടി അതുപോലെ കേരളത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. BJP കേരളം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? BJP പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട് പൂരം? അടിപൊളിയല്ലേ? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് അല്ലേ? അടിപൊളി. എത്ര വട്ടം ആയിട്ടുണ്ട് ഇവിടെ പൂരം കാണാൻ തുടങ്ങിയത്? എനിക്കിപ്പോൾ 53 വയസ്സ്, 53ാമത്തെ കൊല്ലാണ് ഇതിൻ്റെ പൂരത്തിൻ്റെ. യെസ്, തൃശ്ശൂർ തന്നെ. അതെ. നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന ആളല്ലേ? നമ്മൾ ലോങ് ബാക്ക് വന്ന് സെറ്റിൽ ആയതാണ്. ഫോർ ഫാദേഴ്സ് ആയിട്ട് വന്ന് സെറ്റിൽ ആയതാണ്. അതെ. ഇലക്ഷന്റെ ചൂടാണല്ലോ, എങ്ങനെയുണ്ട് അറിയുമോ? ചൂടും ക്ലൈമറ്റും നല്ല ചൂടും ഇലക്ഷനും നല്ല ചൂടാണ്. എങ്ങനെയുണ്ട് BJPയുടെ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ഇവിടെ അറിയോ? സാറ് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ കേരളം മുഴുവൻ വലിയ തരത്തിൽ. അതെ, അപ്പോൾ ഈക്വൽ ഫൈറ്റ് ആണ്. ഈക്വൽ ഫൈറ്റ്. യെസ്. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ആര് ജയിക്കണം എന്നല്ല, നമുക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് കിട്ടണം. ദാറ്റ്സ് അത്രയേ ഉള്ളൂ. അതെ. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സംഭവത്തിനോട് താല്പര്യമില്ല? അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ വോട്ട് ചെയ്യുമ്പോഴല്ലേ അത് നമ്മൾ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. തൃശ്ശൂർ പൂരത്തിന്റെ കച്ചവടങ്ങളൊക്കെയാണ്? കച്ചവടം കമ്പാരിറ്റീവ്ലി ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലൈമറ്റ് ചൂട് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ലക്ഷങ്ങൾ ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഈ പ്രാവശ്യം തിരക്ക് കുറച്ച് കുറവുണ്ട്. ചേട്ടാ നമസ്കാരം. പൂരം അടിപൊളിയാണ്. ഈ ലോക്സഭാ ഇലക്ഷൻ ആണല്ലോ, വലിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തൃശ്ശൂരിലുണ്ട്. എങ്ങനെയാ കാണുന്നു? കുഴപ്പമില്ല. എല്ലാവരും ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. വലിയ പോരാട്ടമാണ്. മുരളി ജയിക്കുമെന്ന് വിചാരിക്കുന്നു. കെ മുരളീധരന് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഇപ്പോൾ TN പ്രതാപൻ കഴിഞ്ഞൊരു 5 വർഷം ഇവിടെ പ്രവർത്തിച്ചൊരു MP ആണല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായങ്ങളാണ്. ആളാണ് നിൽക്കേണ്ടതായിരുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? അത് ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കണം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത്? അതും ഒരു ഭാഗങ്ങളിലൊക്കെ ഇപ്പം പുതിയ തലമുറകളൊക്കെ അതിലേക്കാണ് കയറി വരുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ജയിക്കാനുള്ള സാധ്യതയുണ്ടോ സുരേഷ് ഗോപി? ജയിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നത്. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. സെക്കൻഡ് ആയിരുന്നില്ല, 3ാം സ്ഥാനം തന്നെ. മൂന്നാം സ്ഥാനം തന്നെയായിരുന്നു. വലിയ സാധ്യത സാധ്യത കൂടുതലായിരിക്കണം. പുതിയ തലമുറകളൊക്കെ ഇതിലേക്കാണ്. സുരേഷ് ഗോപിയാണ്. ചേട്ടാ തൃശ്ശൂരിന്റെ ഒരു വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഇവിടെ കെ മുരളീധരനോ VS സുനിൽകുമാറോ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എല്ലാവരും നടത്തിക്കാന്നാണ് പറയുന്നത്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷം സുരേഷ് ഗോപിയുടെ പരാജയപ്പെട്ടിട്ടും 1 കോടി രൂപ നമ്മുടെ ശക്തൻ മാർക്കറ്റിനൊക്കെ നൽകുന്നൊരു സംഭവം ഉണ്ടായി. പിന്നെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ഓട്ടായി മാറാനുള്ള സാഹചര്യം? ഓട്ടായി മാറാണ്. പിന്നെ ഒരു മോദിയെ പറ്റി 2000 വെച്ച് കൊടുക്കണ്ടല്ലോ ക്ഷേമനിധി. അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചെയ്യേണ്ട 3 മാസം കൂടുമ്പോൾ 2000 വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ക്ഷേമനിധിയിൽ. അതിലൊക്കെ കുറിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരണം. യഥാർത്ഥത്തിൽ ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജനശ്രദ്ധേയനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ആരാണ്? അത് നമ്മുടെ മുരളി തന്നെയായിരിക്കും.